ഇന്ന് ഇന്ത്യ മൊത്തം ഡിസ്കസ് ചെയ്യുന്നത് അന്ന സെബാസ്റ്റ്യൻ്റെ മരണത്തെക്കുറിച്ചാണ്. അമിത ജോലി ഭാരം. ഏതൊരു ജോലിയിലും ഒരു സ്ട്രെസ് ഉണ്ടാവും. ഓക്കെ, അതായത് നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയി ഭയങ്കര ലക്ഷറി ആയി ഭയങ്കര ഫ്രീഡത്തിൽ നമ്മളെ ഇഷ്ടത്തിന് ആരുടെയെങ്കിലും അടിയിൽ, പ്രത്യേകിച്ച് ഒരു MNC-യിലൊന്നും നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ തന്നെ ബോസ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് നടക്കും. എന്നെ പോലെയൊക്കെയാണ് യൂട്യൂബിൽ വീഡിയോ ഇടുക, പിന്നെ സ്വന്തമായി കുറച്ച് തട്ടുപിടിപ്പം ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ രാജാവ്, തോന്നുമ്പോൾ പണിയെടുക്കാം. എന്താണോ നമ്മൾ ലൈക്ക് ഒരു എസ്റ്റിമേറ്റഡ് എമൗണ്ട് നമുക്കൊരു മാസം വേണ്ടത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യം നമുക്ക് ഒരു എമൗണ്ട് വേണ്ടത്, ആ എമൗണ്ടിന് വേണ്ടി വർക്ക് ചെയ്യുക, ബാക്കി ടൈം നമ്മൾ ലൈഫിൽ എൻജോയ് ചെയ്യുക. ഈ മൂഡൊക്കെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു ലക്ഷറിയാണ്. ഓക്കെ, അത് കിട്ടിയതിൽ ഞാൻ ഭയങ്കര സന്തോഷിക്കുന്നു. ഓക്കെ, എന്താണെങ്കിലും ഈ കുട്ടിയുടെ മരണം ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ ലൈക്ക് വേൾഡ് ഒട്ടാകെ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഈ കുട്ടിയുടെ അമ്മ എഴുതിയൊരു ലെറ്ററാണ്. EY ഇന്ത്യ ചെയർമാൻ രാജീവ് മേമണിക്ക് അന്ന സെബാസ്റ്റ്യൻ്റെ അമ്മ അനിത അഗസ്റ്റിന എഴുതിയ ലെറ്റർ. ജൂലൈ 20, 2024 അവരുടെ മകൾ ജോലി ഭാരം കാരണം ഹൃദയാഘാതം വന്ന് മരിച്ചു. ഓക്കെ, ഈ അമ്മ ലെറ്റർ എഴുതുകയാണ് കമ്പനിക്ക്, ഏണസ്റ്റ് ആൻഡ് യങ്ങിന് ലെറ്റർ എഴുതുകയാണ്. എൻ്റെ കുട്ടിക്ക് ഇത് സംഭവിക്കാനുണ്ടായ കാരണം നാളെ ഈ വർക്ക് ലോഡ് കാരണം ഇനി നിങ്ങളെ കമ്പനിയിൽ ഒരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കരുത്. അതാണ് അമ്മയുടെ ലെറ്റർ. ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ. കുറേ MNC കമ്പനികളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി അവർ ഓരോ പരിപാടികൾ ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്. ഏത് ജോലി നിങ്ങൾ എടുത്തു നോക്കിയോ, പ്രത്യേകിച്ച് നിങ്ങൾ ആരുടെയെങ്കിലും അണ്ടറിലാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പാടാണ്. നിങ്ങൾ ഒരു ടൈം പീരിയഡിനകത്ത് നിങ്ങൾക്ക് തന്ന ജോലി നിങ്ങൾ ചെയ്ത് തീർക്കണം. ചിലപ്പോൾ ടാർഗറ്റ് കാണും, കുറേ പണിയാണ്. ഈ കുട്ടിയുടെ അച്ഛൻ, ഓക്കെ, അന്ന സെബാസ്റ്റ്യൻ്റെ അച്ഛൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇവർക്ക് കുഴഞ്ഞുകൂടാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കര ഉറക്കമില്ലായിരുന്നു, ഉറക്കം കിട്ടാറില്ലായിരുന്നു. പിന്നെ ഭക്ഷണം സമയത്ത് കിട്ടില്ല, കഴിക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ വർക്കിൻ്റെ നേച്ചർ തന്നെയാണ് അതിൻ്റെ കാരണം. രാത്രി 12:30 മണി വരെ ഇരുന്ന് ജോലി ചെയ്യണം. തിരിച്ച് റൂമിലെത്തുമ്പോൾ 1:30 മണിയാകും. 1:30 മണി കഴിഞ്ഞാൽ അഡീഷണൽ വർക്ക് ഇവർ ചെയ്യേണ്ടാത്ത മറ്റ് വർക്കുകൾ അസിസ്റ്റൻറ്റ് മാനേജർ അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവൾ പലപ്പോഴും ഇത് കാണിക്കുമ്പോൾ അസിസ്റ്റൻറ്റ് മാനേജർ പറയും, അതെന്താ നിങ്ങൾക്ക് രാത്രിയിലിരുന്ന് ജോലി ചെയ്യാൻ പാടില്ല എന്ന് ചോദിക്കും. ഇങ്ങനെ ഒരു മറുപടിയാണ് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർക്ക് ഈ വർക്കില്ലായ്മ ഇതും കാരണമാണ്. പിന്നെ സ്ട്രെസ്സും ഇതെല്ലാം ടെൻഷനെല്ലാം കൂടി വന്നപ്പോഴാണ് ഇവർക്ക് ഈ തീർത്തും അവശതയായത്. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കുമായിരുന്നു. അപ്പം അന്നേരം അവൾ പറയുമായിരുന്നു, ഈ ഇപ്പോൾ അവസാന ഈ സമയങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ജോലി ഭയങ്കര സ്ട്രെസ് ടെൻഷനാണ്, രാത്രിയിൽ ഒത്തിരി നേരം ഇരുന്ന് വർക്ക് ചെയ്യണം, തിരിച്ചു വന്നാലും പിന്നെയും ജോലി ചെയ്യുക. അപ്പോൾ ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഒന്ന് റിസൈൻ ചെയ്ത് വരാൻ പറയും. റിസൈൻ ചെയ്ത് വരാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇത് ഈ EYയിലെ ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പോഷർ അവൾക്ക് കിട്ടുമായിരുന്നു. അതായത് ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളിലെ ഓഡിറ്റിംഗാണ് EY ചെയ്യുന്നത്. അപ്പോൾ അത് അവൾക്കാണെങ്കിൽ തന്നെ കുറച്ച് നാൾ അതിനകത്ത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വേറെ എവിടെയും ജോലി കിട്ടാനായിട്ട് നല്ല എളുപ്പമാണ്. അങ്ങനെ അവളുടെ ഫ്രണ്ട്സ് അവളെ അഡ്വൈസ് ചെയ്തു. അതുകൊണ്ടാണ് കുറച്ച് നാളും കൂടി അവൾ അതിനകത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് തീരുമാനമെടുത്തു. ഞങ്ങൾ ഇവളോട് ആവശ്യപ്പെടുമായിരുന്നു റിസൈൻ ചെയ്ത് വരാനായിട്ട്. ഒരു അസിസ്റ്റൻറ്റ് മാനേജറുമാണ് വർക്ക് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരാണിങ്ങനെ ഈ അസിസ്റ്റൻറ്റ് മാനേജറാണ് പറഞ്ഞത്, നിങ്ങൾക്ക് രാത്രിയിൽ ഇരുന്ന് ജോലി ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചു. ഇങ്ങനെ 1:30 മണി ഇന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ ചെയ്യുന്ന അവൾക്ക് എന്തെങ്കിലും വർക്ക് അസൈൻ ചെയ്ത് കൊടുത്താൽ അതെങ്ങനെയെങ്കിലും ചെയ്തു തീർക്കണോ, വർക്കില്ലെങ്കിൽ വർക്കില്ല, അങ്ങനെ ചെയ്തു തീർക്കണോ എന്നുള്ളതായിരുന്നു അവളുടെ ഒരു വാശി. വർക്ക് സ്ട്രെസ്സിനെ പറ്റി കൂടുതൽ, അതായത് സാറ്റർഡേ സൺഡേസും ഒക്കെ വർക്ക് ചെയ്ത്, അതും 16 hours ഒക്കെ. അത് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് പോകണം, രാത്രി ഒരു ലേറ്റ് നൈറ്റ് 11:30, 12-നൊക്കെയാ വന്നുകൊണ്ടിരുന്നത്. ചില സമയത്ത് 1 മണി രാവിലെ ആവും. അപ്പൊ ഇങ്ങനെ ആ സ്ട്രെസ് പറ്റണില്ല. ഒരു 2 മാസം ഫുൾ ടൈം ഇങ്ങനെ സാറ്റർഡേ സൺഡേ ഒക്കെ വർക്കിംഗ് ആയിരുന്നു. ഒരു ബ്രേക്ക് പോലും ഇല്ലാണ്ട് ആണ് ആ കൊച്ചിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചോണ്ടിരുന്നത്. അവർക്കത് പറ്റുന്നില്ല. ഇട്ടിട്ട് പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. എനിക്ക് തിരിച്ച് വീട്ടിൽ വരണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒടുവിൽ എന്നാ സംസാരിച്ചത്? മരിച്ചെന്ന്
മരിച്ചന്ന് രാത്രിയാണ് ഞങ്ങൾ സംസാരിച്ചത്. സംസാരിക്കുമ്പോൾ ഇതേ കാര്യങ്ങളൊക്കെ രാത്രിയും ഈ സ്ട്രെസ്, ഇപ്പൊ രാത്രി ഞാൻ വിളിക്കുന്നത് ഒരു 9 മണിയൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഡിന്നർ കഴിച്ചിട്ട് വീണ്ടും ഇനി വർക്ക് കോൾ ഉണ്ട്. സാറ്റർഡേ ആണ്, ഇനിയും വർക്ക് കോൾ ഉണ്ട്. അപ്പൊ അതുണ്ട്, അപ്പൊ അത് പെട്ടെന്ന് വെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നത്. പിന്നെ അഗൈൻ ഈ സ്ട്രെസ്സും വീട്ടിലേക്ക് വരാനിരിക്കുമായിരുന്നു ജൂലൈ എൻഡിൽ. വന്നിട്ട് ഒരു 2 വീക്സ് എങ്ങനെയെങ്കിലും വർക്ക് ഫ്രം ഹോം എടുക്കാൻ അങ്കിളും ആന്റിയും കുറെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവൾ എടുക്കാൻ തീരുമാനിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഒരു ട്രാൻസ്ഫർ ചോദിക്കാം, ഇവിടെ ഇന്ത്യ കൊച്ചിയിലേക്ക്. അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു അന്ന. ഈ അങ്കിളുടെ കൂടെ ഓടാനൊക്കെ പോവായിരുന്നു. പിന്നെ അങ്ങനെ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ഒന്നുമില്ല. 2 ആഴ്ച മുന്നേ ഇങ്ങനെ ഒരു ചെസ്റ്റ് പെയിൻ വന്നു. അപ്പം എനിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ ചെസ്റ്റ് പെയിൻ ഒക്കെ വന്നു, ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ഓർത്ത്. ഈ പണിയെടുത്ത് എനിക്ക് ഇപ്പൊ എപ്പോഴും ചെസ്റ്റ് പെയിൻ വരുവാ. എനിക്ക് സ്ട്രെസ് ലെവൽ കാരണമുള്ള ചെസ്റ്റ് പെയിൻ ആണ്. ഡോക്ടറെ കണ്ടപ്പോഴും ഡോക്ടർ ഗ്യാസ്ട്രോ രീതിയിലാണ് പറഞ്ഞത്, ഫുഡ് പ്രോപ്പർ അല്ല, ഉറക്കം പ്രോപ്പർ അല്ല, അങ്ങനത്തെ രീതിയിലാണ് പറഞ്ഞത്. അപ്പം അത് കേട്ടപ്പം ആക്ച്വലി നമ്മൾ ECG നോർമലാണ്. ECG ഒക്കെ എടുത്തപ്പോൾ അവൾ ആക്ച്വലി പേടിച്ചു, കാരണം ഇങ്ങനെ വർക്ക് സ്ട്രെസ് കാരണം ചെസ്റ്റ് പെയിൻ വന്നുകൊണ്ടിരിക്കുക ഡെയിലി. അപ്പം അതിനു മുന്നേ ഇങ്ങനത്തെ ഇവിടെ ഒരു കുഴപ്പമില്ല, വെരി ആക്റ്റീവ്, ഭയങ്കര നല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. അവള് വർക്ക് ചെയ്തെടുത്തോളം കാലം അവള് മാക്സിമം എഫേർട്ടും സിൻസിയർ ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്തത്. ഇപ്പൊ തന്നെ ജൂലൈ എൻഡിൽ വരാൻ കാരണം അവൾ വർക്ക് ചെയ്തോണ്ട് പ്രോജക്ട് കംപ്ലീറ്റ് ആണെങ്കിൽ ജൂലൈ എൻഡ് ആവും. അതുകൊണ്ടാണ് അവൾ ജൂലൈ എൻഡ് വരെ വെയിറ്റ് ചെയ്തത് തന്നെ. ഓക്കെ, അപ്പോൾ പറഞ്ഞു കേട്ടിടത്തോളം ഈ കുട്ടിയുടെ അച്ഛൻ സംസാരിച്ചു, അമ്മ സംസാരിച്ചു, ഫ്രണ്ട് സംസാരിച്ചു. എല്ലാവരും അന്നയെക്കുറിച്ച് പറയുന്നൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന ഭയങ്കര എന്താ പറയുക, കൂടിയ ഒരാളായിരുന്നു. ക്ലാസ് ടോപ്പർ, കോളേജ് ടോപ്പർ, CA ആണെന്നുണ്ടെങ്കിലും ഡിസ്റ്റിങ്ഷനോട് കൂടി ഒറ്റയ്ക്ക് പാസ്സാവുന്നു, പ്ലേസ്മെൻ്റ് ആവുന്നു. EY എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ജോലി, ഇറ്റ്സ് എ ഡ്രീം ഫോർ എനി വൺ എന്നുള്ള രീതിക്ക് ഓടിപ്പിടിച്ച് അവിടെ പോയി കയറുന്നു. പിന്നെയാണ് മെല്ലെ മെല്ലെ ഒരു MNCയുടെ പ്രഷർ കുക്കർ എൻവയോൺമെൻറ്റിലേക്ക് ഈ കുട്ടി മാറുന്നത്. ഞാനൊരു 10-12 കൊല്ലം ബാംഗ്ലൂർ ജീവിച്ച ഒരാളാണ്. സ്നേഹ വർക്ക്സ് ഫോർ MNC. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് MNCയിലുള്ളവരാണ്. ഞാൻ 1-2 MNC ടീംസിന് ഗസ്റ്റ് പ്ലെയറായിട്ട് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ദാറ്റ് ഇറ്റ് സെൽഫ് ക്രിക്കറ്റ് നമ്മൾ ലൈക്ക് ഒരു പ്രഷറാണല്ലോ, എല്ലാ ഗെയിമും ജയിക്കണല്ലോ. ടൈമിലൊക്കെ ഇവരുടെ പ്രഷർ കാണണം, ഞാൻ അങ്ങനെ അന്തം വിട്ടിട്ടുണ്ട്. കാരണം ഇവരുടെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഈയാമ്പറ്റകളെ പോലെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ചില സമയത്ത് സ്നേഹനെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ അന്തം വിട്ടിരിക്കും. സ്കൂളിൽ പഠിച്ച സമയത്ത് ഒരു ബാഗും ഒരു ബുക്കും തൂക്കി പഠിത്തം പ്രഷർ എന്ന് പറഞ്ഞ് പോവാം. ബാക്ക് ടു കോളേജ് എഞ്ചിനീയറിങ് പഠിക്കുമ്പോഴും സ്നേഹനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതേ പ്രഷറും ഇതേ ബാഗും തൂക്കിയുള്ള പോക്ക്. ബാംഗ്ലൂരിലുള്ളപ്പോഴും അതേ ബാഗ് സ്നേഹൻ്റെ ബാക്കിലുണ്ട്. ബുക്ക് മാറി അവിടെ ഒരു ലാപ്ടോപ്പ് ആയിരുന്നുള്ളൂ, സെയിം പ്രഷർ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പാവം തോന്നി. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ലൈഫിലേക്ക് പോവില്ല എന്ന് ഉറപ്പിച്ചൊരു മനുഷ്യനാണ് ഞാൻ. എന്നെ എന്ത് വേണേ വിളിച്ചോ, യു കോൾ മീ എ വാഴ, യു കോൾ മീ എ ഫെയിലിയർ, നിങ്ങൾ എന്നെ എന്ത് വേണേ വിളിച്ചോ. ഞാൻ ഈ സൊസൈറ്റിയോടും എൻ്റെ വീട്ടുകാരോടും പറഞ്ഞതാ, നിങ്ങളെന്നെ പഠിപ്പിച്ചത് എന്തും ആയിക്കോട്ടെ, ഞാൻ എൻ്റെ ബോസായിട്ടിരിക്കും. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യും. ഡെഫിനറ്റ്ലി ഐ ലേൺ. ഞാൻ പൈസ ഞാൻ ഉണ്ടാക്കും. പക്ഷേ ഈ ഒരു പ്രഷർ കുപ്പ് അതിൻ്റെ ഉള്ളിൽ ഞാനില്ല. എനിക്കറിയാം എൻ്റെ കൂടെ ഡോക്ടറായിട്ട് ഇറങ്ങിയ ഒരുപാട് പേരുണ്ട്, പഠിച്ചിറങ്ങിയ ഒരുപാട് പേര്. പലരും ദേ വർക്ക്സ് ഫോർ ഇൻഷുറൻസ് കമ്പനി നൗ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പഠിച്ച പണിയൊന്നുമല്ല പലരും എടുക്കുക ലൈഫിലല്ലേ. അങ്ങനെയാണ് നമ്മളെ ലൈഫിൻ്റെ പ്രഷറാണ്. കാരണം പലരുടെയും വീട്ടിലെ സിറ്റുവേഷൻസ് ആണ്, പഠിക്കാൻ വേണ്ടി ചിലവാക്കിയ പൈസയാണ്. ചിലർക്ക് ഭയങ്കര ഒരു വാശിയാണ്. ഇപ്പം ഈ അന്നയുടെ കേസിന് എനിക്ക് അന്നയുടെ അമ്മയും അച്ഛനൊക്കെ പറഞ്ഞതിൽ വെച്ച് മനസ്സിലായത്, വർക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ളൊരു കുട്ടി, എന്ത് വർക്ക് കൊടുത്താലും ചെയ്യുന്നൊരു കുട്ടി, അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന MNCയിലെ ഒരുപാട് സീനിയർ മാനേജേഴ്സ്. വർക്ക് കൾച്ചർ അവിടെയാണ്. സത്യം പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്ക് പല MNC കമ്പനികൾക്ക് ഒരു ഇൻക്യുബേറ്ററാണ്. അവർക്ക് പണിയെടുപ്പിച്ച് കൊല്ലാൻ പറ്റും. കുറേ എൻജിനീയേഴ്സ് ഉണ്ട്, കുറേ ഡോക്ടേഴ്സ് ഉണ്ട്, വേറെ ഡിഗ്രി ഹോൾഡേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കമ്പനിയിൽ എടുത്തിട്ട് ചെറിയ ശമ്പളത്തിന് വലിയ പണിയെടുപ്പിക്കാം, വലിയ ശമ്പളത്തിന് ഡബിൾ വലിയ പണിയെടുപ്പിക്കാം, എന്തായാലും പണിയെടുപ്പിക്കാം. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ബ്രിട്ടീഷുകാരും ബാക്കി ഫോറിനേഴ്സൊക്കെ ഇന്ത്യ ഭരിച്ച് പിന്നെ അത് നമ്മൾ ഫ്രീഡം പിടിച്ച് വാങ്ങി ഇപ്പോൾ ബാക്ക് ടു എങ്ങനെ പോകണമെന്നറിയോ, ഈ ഫോറിൻ കമ്പനീസ് ഇവിടെ വന്നിട്ട് വീണ്ടും നമ്മുടെ നാട്ടിലുള്ളവർ അടിമപ്പണി എടുപ്പിക്കുന്ന അവസ്ഥയൊക്കെയാണ്. സോറി ടു സേ ദിസ്.
കാരണം ഞാൻ കാണുന്നുണ്ട് പലരുടെ ഷിഫ്റ്റും, ഞാൻ കണ്ടതാണ് ഈ പലരുടെ ഷിഫ്റ്റും പലരുടെ ലൈഫും. ഇതിപ്പോൾ ഒരു കേസ് ഭയങ്കര വിസിബിളായിട്ട് പുറത്ത് വന്നു. സി എക്കാരെന്ന് പറയുമ്പോൾ തന്നെ പ്രഷറിൻ്റെ മുകളിൽ പ്രഷറാണ്. ഞാൻ 1-2 സി എക്കാരെയൊക്കെ നേരിട്ട് എനിക്ക് ബാംഗ്ലൂർ അറിയാം. ആൻഡ് മാൻ, നല്ല ലൈഫ് സെറ്റിലായി നല്ല അടിപൊളിയായിട്ട് പോകുന്ന റയർ കേസുകളുണ്ടെങ്കിലും അല്ലാത്തവരൊക്കെ സ്ട്രഗ്ലിംഗ് ആണ്. ഏത് ഫീൽഡാണെങ്കിലും സ്ട്രഗ്ലിംഗ് ആണ്. ഓക്കെ. ആൻഡ് ഇവരുടെ ഉറക്കം, ഇവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്, 26 വയസ്സുള്ള കുട്ടികൾ എങ്ങനെ വന്നു ഹൃദയാഘാതം നോക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നോ പ്രോപ്പർ സ്ലീപ്പ്, നോ എക്സസൈസ്, ഫുഡ് ഹാബിറ്റ്സ്. നമ്മളെ സ്വന്തം ശരീരം നോക്കണം, നിർബന്ധമാണ്. നിങ്ങൾ സ്ട്രെസ്ഡ് ഔട്ട് ആണോ, നിങ്ങൾക്കൊരു കമ്പനിയിൽ നിങ്ങൾക്ക് പറ്റുന്നില്ലേ, ആ ഓപ്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളിനി വീട്ടിലെ പ്രശ്നം, നാട്ടിലെ പ്രശ്നം, മറ്റേ പ്രശ്നം, എനിക്ക് അവിടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, നാളെ നിങ്ങളില്ലെങ്കിൽ ഇതാര് തീർക്കും? ഇഫ് യു ആർ ദെയർ, വേറൊരു കമ്പനിയിൽ 2-3 മാസം നിങ്ങൾക്ക് ബ്രേക്ക് എടുത്ത് വേറൊരു കമ്പനിയിൽ പോയാൽ നിങ്ങൾക്ക് സമാധാനവും സ്വസ്ഥതയും പിന്നെയും പൈസ ഉണ്ടാക്കാനും പറ്റും നിങ്ങളെ കൊണ്ട്. ചിലരുണ്ട് ഈ ഒരു സിറ്റിയുടെ കൾച്ചർ ഇഷ്ടപ്പെട്ട് മാത്രം MNC പോകുന്നവരുണ്ട്. ഞാൻ ഓരോ ആസ്പെക്ട്സ്, ഞാനിതൊക്കെ എൻ്റെ റിയൽ ലൈഫിൽ ഇവരായിട്ടുള്ള ഇൻട്രാക്ഷനിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളായിട്ടാണ് പറയുന്നത്. ചില കുട്ടികൾ നാട്ടിൽ നിന്ന് വേഗം ഇപ്പോൾ കൊച്ചിയിലും തിരുവനന്തപുരത്തൊക്കെ IT പാർക്സ് ഉണ്ട്, അവിടെയൊക്കെ ആ ഒരു കൾച്ചർ വരുന്നുണ്ട്. ഓക്കെ. വർക്ക് ചെയ്യുന്നു, സ്മോക്ക് അടിക്കുന്നു, ചായ കുടിക്കുന്നു, പബ്ബ് പോകുന്നു, അടിച്ചു പൊളിക്കുന്നു, തിരിച്ചു വരുന്നു, പുലർച്ചെ കിടന്നുറങ്ങുന്നു, രാവിലെ എണീക്കുന്നു, വീണ്ടും പോകുന്നു. ഒരു 10, 35, 40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ആകെ മുടിയും പോയി, നരച്ച്, ഉള്ള രോഗത്തിനൊക്കെ അടിമയായി, എല്ലാം തീർന്ന് പഞ്ചറായി, ലൈഫും പോയി, ഇനി എന്ത് ചെയ്യും നോക്കിയിട്ട് അന്തം വിട്ടിരിക്കും. ഇതാണ് അവസ്ഥ. ആൻഡ് വേറൊരു കാര്യം, ലൈക്ക് ഇത് എത്ര പേര് ഇതിനോട് യോജിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ചിലപ്പോൾ പൊട്ട തെറ്റായിരിക്കും. പക്ഷേ ഞാൻ 1-2 കേസുകൾ റെയർ കേസുകളായിരിക്കാം മേ ബി. പക്ഷെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ 2 ഫ്രണ്ട്സ്, 1-2 കേസ് എന്ന് പറയാൻ എൻ്റെ 2 ഫ്രണ്ട്സ് തന്നെയാണ് അവർ. ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, വർക്ക്സ് ഫോർ ദ സെയിം കമ്പനി ഇൻ ബാംഗ്ലൂർ. ഒരൊറ്റ കമ്പനിക്ക് 2 പേരും വർക്ക് ചെയ്യുന്നു. മാറാത്ത രോഗമാണ് ഇവർക്ക്, സ്ഥിരം മാറാത്ത രോഗമാണ്. ഞാൻ ഈ ചേട്ടനെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഗ്രൗണ്ടിൽ നിന്ന് കാണുന്ന സമയത്ത് ഇങ്ങനെ തുമ്മിങ്ങോണ്ടിരിക്കും, കുരച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, എന്താ ചേട്ടാ വിഷയം, ചേട്ടൻ എന്തത് മാറാത്ത? 365 ഡേയ്സും ഇങ്ങനെ. അപ്പം അങ്ങേര് പറയുന്നൊരു കാര്യമുണ്ട്, ഇമ്മ്യൂണിറ്റി ഇല്ലടാ. 365 ദിവസം ഈ ഓഫീസിനകത്ത് ഈ AC-ക്കകത്ത് ഇരുന്ന് പുറത്ത് ചളീനായിട്ടൊരു ഇതില്ല, പൊടീനായിട്ട് ടച്ച് ചെയ്യുന്നില്ല. നമുക്കൊരു നോർമൽ ഇമ്മ്യൂണിറ്റി കിട്ടാണ്ടല്ലോടി. സ്ട്രീറ്റ് സ്മാർട്ടായിട്ട് നല്ല കിടനായിട്ട് നടക്കുന്ന ആളുകളുണ്ടാവും നമ്മുടെ നാട്ടിൽ. അവർക്കൊക്കെ കിട്ടുന്ന ഒരു തരം ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇവർക്ക് ചെറിയ എന്തെങ്കിലും കഴിച്ചാലടക്കം ഫുഡ് പോയ്സൺ അടിക്കും. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് അപ്പർ ക്ലാസ് ലിവിങ്, ഹയർ ലൈഫ് സ്റ്റാൻഡേർഡ്സ്, അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ കാര്യമില്ല. ഒന്ന് കുളിച്ചാൽ പനിക്കും, ഒരു പൊടി അടിച്ചാൽ തുമ്മും, ഒരു ഭക്ഷണം കഴിച്ചാൽ പോയ്സൺ ആവും. ലൈക്ക് എന്താ പറയുക, ഈ വെട്ടാൻ വെച്ച പന്നിക്കുട്ടികളെ പോലത്തുള്ളൊരവസ്ഥ. സത്യത്തിൽ നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, ഒരു കമ്പനി, ഒരു ജോലി, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, സാലറി, ലൈഫ് സെറ്റിൽ എല്ലാം ഉണ്ട്, എവരിതിങ്. പിന്നെ നിങ്ങൾ ഈ പറയുന്ന മാതിരി ബാംഗ്ലൂർ ലൈഫ്, ഹൈദരാബാദ് ലൈഫ്, ബോംബെ ലൈഫ്, ഡൽഹി ലൈഫ്, കൊൽക്കത്ത ലൈഫ്, മെട്രോ സിറ്റീസിൽ അടിച്ച് പൊളിപ്പൻ ലൈഫ്, പബ്ബ്, ബാക്കി പരിപാടികൾ, പിന്നെ ഗോ ഗ്രീൻ, കുറേ ആൾക്കാർ അങ്ങനെ. എല്ലാം ലൈഫിൻ്റെ ഒരു 22 വയസ്സ് 24 വയസ്സ് മുതൽ അങ്ങോട്ട് ഒരു 10-35 വയസ്സ് വരെ യു വിൽ എൻജോയ് ലൈക്ക് ഹെൽ. ഓക്കെ. പ്ലസ് ഈ പറഞ്ഞ ടെൻഷനും സ്ട്രെസ്സും കാര്യങ്ങളും വർക്ക് ലോഡും പരിപാടികളൊക്കെ. പക്ഷെ ഹെൽത്ത് ആര് നോക്കും? ഒരു 35-40 ആയി കഴിയുമ്പോഴത്തേക്ക് ഹെൽത്തും പോയി, എല്ലാം പോയി, പെട്ട അവസ്ഥയിൽ പോയിരിക്കും. സോ നിങ്ങൾ തന്നെയാണ് IT യിലുള്ളവരോടാണ് പറയുന്നത്, എസ്പെഷ്യലി MNCസിലൊക്കെ ഉള്ളവരോടാണ് പറയുന്നത്, ഒരു ഷെഡ്യൂൾ കീപ്പ് ചെയ്യണം. വർക്ക് ലോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിങ്ങളെ മാനേജേഴ്സുമായിട്ടും ഹയർ അതോറിറ്റീസുമായിട്ട് സംസാരിക്കണം. നിങ്ങൾക്ക് പറ്റുന്നില്ലേ, ഡ്രോപ്പ് ഇറ്റ്, ടേക്ക് അനദർ ഓപ്ഷൻ. ഓക്കെ. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേയധികം കമ്പനീസ് കാണും, അവിടെ പോകാൻ നോക്കുക.
നിങ്ങളുടെ പ്രൊജക്റ്റ് നിങ്ങൾക്ക് ഭയങ്കര പണിയാണോ, ആ പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആയിട്ട് നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടാണോ, ഡ്രോപ്പ് ചെയ്ത് പോവുക. ഒരിക്കലും ഒരു MNC കമ്പനിക്കകത്തിരുന്ന് പുഴുങ്ങി പൊട്ടിത്തെറിച്ച് പോകുന്നൊരു ജീവിതമായിട്ട് നിങ്ങൾ മാറാതിരിക്കാൻ ശ്രമിക്കുക. ഇറ്റ്സ് ഇൻ യുവർ ഹാൻഡ്സ്, നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഓക്കെ, ഈ കുട്ടിയുടെ ജീവിതം ഇങ്ങനെ സംഭവിച്ചു. അറിയപ്പെടാത്ത ഇഷ്ടം പോലെ ജീവിതങ്ങൾ ഇന്ത്യയിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ വെള്ളക്കാർ ഇന്ത്യ തന്നെ പോയിന്നേ ഉള്ളൂ. ഇപ്പോഴും ഒരു മെജോറിറ്റി ഇവിടെ ഈ കമ്പനികൾ തുറന്നു വെച്ച് ഇവിടെ ഇൻക്യുബേറ്റർ ആക്കി ഇതിനകത്ത് ആളുകളെ ഇപ്പോഴും അവരവരുടെ രാജ്യത്ത് ചെയ്യൂ. അവിടെ ആനുവൽ ലീവ് ആരെങ്കിലും എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധിപ്പിച്ച് എടുപ്പിക്കും. വർക്ക് അവർ കൂടി ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം പിടിച്ചിട്ട് അവിടെ ഹ്യൂമൻ റൈറ്റ്സ് അത്രയും പക്കി. ഇവിടെ പേപ്പറിലേ ഉള്ളൂ, പേപ്പറിൽ എഴുതി വെച്ചിട്ടുള്ളൂ. ഇവിടെ എത്ര 12 മണിക്കൂർ 14 മണിക്കൂർ എത്ര പണിയെടുപ്പിക്കുന്നത്? പിന്നെ കുറേ പേര് സ്വയമായിട്ട് ഓപ്റ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, പണിയെടുക്കണം. എനിക്ക് പണിയെടുക്കണം, ഭയങ്കര വാശിയായിരിക്കും അവർക്ക് പണിയെടുക്കണം. ലാസ്റ്റ് എവിടെയെങ്കിലും ലൈഫിൻ്റെ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാവും ആലോചിക്കണേ, അച്ഛനില്ല, അമ്മ ഇല്ല, ഫാമിലി ഇല്ല, വീട്ടുകാരില്ല, നല്ല ഭക്ഷണമില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനൊരു ഓണം ആഘോഷിച്ചില്ല, ഞാൻ ഒരു സിനിമ കണ്ടില്ല, ഞാനൊരു വണ്ടി ഡ്രൈവ് ചെയ്തില്ല, എൻ്റെ ജീവിതം എന്തിനെന്നൊരു ഒരു 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 തിങ്കിങ് ഒരു മനസ്സിനോട് സ്ട്രൈക്ക് ചെയ്യും. അപ്പോഴത്തേക്കും എല്ലാം കൈവിട്ട് പോയിട്ടുണ്ടാവും. എന്താണെങ്കിലും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എൻ്റെ കണ്ണിൽ കണ്ട എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്നവരോടൊക്കെ സംസാരിച്ചോ അവരുടെ ലൈഫ് കൊണ്ടൊരു എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഏത് കമ്പനി വേണമെങ്കിലും ജോലി എടുത്തോ, ബട്ട് നിങ്ങളുടെ ലൈഫിലെ ബോസ് നിങ്ങളാണ്. തീരുമാനങ്ങൾ നിങ്ങളെടുക്കണം. നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ലൈഫ്, ഇതൊക്കെ പോകുന്ന സാധനങ്ങൾ എവിടെയും ആർക്കും അടിയറവ് പറയാതിരിക്കുക. ഓക്കെ, പൈസയല്ല എൻറ്റയർ ലൈഫ് എന്നുള്ളത് പറയും, പക്ഷെ പൈസ വേണം. പൈസ ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം എന്ത് ചെയ്യുക, പൈസ വേണം, കുറേ പൈസ വേണം. പൈസയും വേണം, നമുക്ക് നമ്മളെ ഹെൽത്തും വേണം. ഓക്കെ, ഹെൽത്തും വെൽത്തും എല്ലാം വേണം നമുക്ക്. അപ്പോൾ ഓപ്ഷൻസ് കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക, ബ്രേക്ക് എടുക്കേണ്ട സമയത്ത് ബ്രേക്ക് എടുക്കുക, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക.